ഹായ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഈ അടുത്തായി ഏറ്റവും കൂടുതൽ ഡൗട്ട് വന്നിട്ടുള്ളതാണ് പല്ലിലെ കറുത്ത പാട്, അല്ലെങ്കിൽ ചിലർക്ക് കറുത്ത ഡോട്ട്, ചിലർക്ക് കറുത്ത കളർ കാണപ്പെടുന്നു എന്നിങ്ങനെ പല രീതിയിൽ ഈ കറുത്ത പാടിനെ പറ്റിയുള്ള സംശയങ്ങൾ വരികയുണ്ടായി. ഓൾറെഡി നമ്മളൊരു ഷോർട്ട് അപ്ലോഡ് ചെയ്യുകയുണ്ടായി കറുത്ത പാടുകളെ സംബന്ധിച്ച്. പക്ഷേ എന്നിരുന്നിട്ടും പിന്നീടും സംശയങ്ങൾ വരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. പല്ലിലെ കറുത്ത പാടുകൾ എന്ന് പറയുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത് പല്ലിലെ കേടാണ്. പല്ലിലെ കേടുകൾ പലപ്പോഴും ആദ്യഘട്ടങ്ങളിൽ ചെറിയ രീതിയിലുള്ള ഡോട്ടുകളായിട്ടോ അല്ലെങ്കിൽ മറ്റ് കറുത്ത സ്റ്റെയിൻ പോലെയോ ഒക്കെ പ്രത്യക്ഷപ്പെടാം. അപ്പൊ നമ്മൾ ഈ സ്റ്റെയിൻ ഉള്ള ഭാഗം പയ്യെ ട്രിം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പ്രിപ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ വലിയൊരു കേടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചിലപ്പോ അണ്ടർമൈൻഡ് ആയിട്ടുള്ള കേരിസിന്റെ ഒരു അടയാളമായിട്ട്, അതായത് അകത്ത് ധാരാളം വലിയൊരു കേടാണ്, അതിന്റെ ഒരു സൂചനയായിട്ട് കറുത്ത പാടുകൾ പ്രത്യക്ഷപ്പെടാം. മറ്റ് ചിലപ്പോൾ വെളിയിൽ നിന്ന് ഉണ്ടാകുന്ന കേടുകൾ, അതായത് രണ്ട് രീതിയിലാണ് കേടുണ്ടാകുന്നത്. അകത്തു നിന്നും കേടുണ്ടാകാറുണ്ട്, വെളിയിൽ നിന്നും കേടുണ്ടാകാറുണ്ട്. അകത്തു നിന്ന് ഉള്ള കേടിന്റെ ഫൈനൽ സ്റ്റേജ് ആയിട്ട് കറുത്ത പാടുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതുപോലെ തന്നെ വെളിയിൽ നിന്ന് അകത്തോട്ട് നീങ്ങുന്ന കേടുകളുടെ പ്രാരംഭഘട്ടമായിട്ടും കറുത്ത പാടുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. സോ കറുത്ത പാടുകളുടെ ഒരു ഇൻഡിക്കേഷൻ പല്ലിന്റെ കേടാണ്. പക്ഷെ ഇതിന്റെ അർത്ഥം എല്ലാ കറുത്ത പാടുകളും പല്ലിലെ കേടാണ് എന്നല്ല. മറ്റ് ചിലപ്പോൾ, ഇപ്പൊ നമുക്ക് സപ്പോസ് വേറൊരു കേസ് എടുക്കുക. ഒരു ഫ്ലൂറൈഡ് ബെൽറ്റ് ഏരിയയിൽ താമസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ വെള്ളത്തിൽ നിന്നും മറ്റുമായി ധാരാളം ഫ്ലൂറൈഡിന്റെ അളവ് അവർക്ക് ലഭിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഫ്ലൂറോസിസ്, ഡെന്റൽ ഫ്ലൂറോസിസും സ്കെലറ്റൽ ഫ്ലൂറോസിസും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തത് കൊണ്ടാണ് വളരെ വിശദമായിട്ട് അതിനെപ്പറ്റി ഒന്നും പറയാത്തത്. എനിവേ, ഫ്ലൂറോസിസ് എന്നൊരു കണ്ടീഷനിൽ പല്ലുകളിൽ സ്റ്റെയിൻസ് ഫോം ചെയ്യാറുണ്ട്. ഫ്ലൂറോസിസിന്റെ സ്റ്റെയിനുകൾ ഫോം ചെയ്യാറുണ്ട്. ആ സ്റ്റെയിനുകളും ചില സമയത്ത് ബ്രൗൺ കളറായിട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറായിട്ടൊക്കെ പല ആളുകളുടെ പല്ലുകളിലും കാണാറുണ്ട്. അപ്പോൾ അതൊരു കേടിന്റെ ഭാഗമല്ല, ഫ്ലൂറോസിസിന്റെ ഭാഗമായിട്ട് കാണാറുണ്ട്. ഇനി മറ്റൊരു കേസ് എടുത്താൽ, ഇപ്പൊ ബോർവെല്ല് നമ്മൾ കുടിക്കുന്ന വെള്ളം നല്ല ശുദ്ധമായ വെള്ളമല്ല, ബോർവെൽ വാട്ടേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളിൽ ആ വെള്ളം അശുദ്ധമായതുകൊണ്ട് അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അങ്ങനെയും പല്ലുകളിൽ സ്റ്റെയിൻസ് അടിയാറുണ്ട്. അത് ബ്രൗൺ കളറും ബ്ലാക്ക് കളറും ഒക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇനി ഫ്ലൂറോസിസ് കൊണ്ട് മാത്രമാണോന്നില്ല, മറ്റല്ലാതെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള സ്റ്റെയിൻ അടിയലുണ്ടല്ലോ, അതായത് ചായ അല്ലെങ്കിൽ കാപ്പി അതുപോലെ കളേർഡ് ആയിട്ടുള്ള ബിവറേജസുകൾ ഉപയോഗിക്കുന്നത് മൂലം, വായ ശുദ്ധമായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാത്തതിന് മൂലം ഒക്കെ സ്റ്റെയിൻ അടിയാറുണ്ട്. ഈ സ്റ്റെയിനും കാലക്രമേണ എന്തായി മാറാറുണ്ട്? ബ്രൗൺ കളർ, ബ്ലാക്ക് കളറൊക്കെ ആയി മാറാറുണ്ട്. അപ്പൊ ഇങ്ങനെ വിവിധ രീതികളിലാണ് പല്ലിലെ കറ അല്ലെങ്കിൽ പല്ലിലെ ഈ പറഞ്ഞ പോലത്തെ ബ്ലാക്ക് സ്പോട്ടുകൾ വരാറുള്ളത്. അപ്പൊ ജനറലി ഏറ്റവും കൂടുതൽ ഈ ബ്ലാക്ക് സ്പോട്ട് വരുന്നത് കൂടുതലായും കേടിനോ അല്ലെങ്കിൽ ഫ്ലൂറോസിസിനോ, മെയിനായിട്ട് കേടിനാണ് സംഭവിക്കാറുള്ളത്. അപ്പൊ ഇതിന്റെ കാരണം അനുസരിച്ചാണ് അതിന്റെ ട്രീറ്റ്മെന്റ് വരുന്നത്. ആദ്യം പറഞ്ഞ പല്ലിലെ കേടാണെന്നുണ്ടെങ്കിൽ മുമ്പ് നമ്മൾ പരാമർശിച്ചിട്ടുള്ളത് പോലെ തന്നെ ഒരു കേട് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അത് തന്നെയാണ്. അതിപ്പോ ഇനാമൽ അല്ലെങ്കിൽ ഡെന്റിൻ വരെയുള്ള കേടാണെങ്കിൽ പല്ലടയ്ക്കണം, അത് പൾപ്പ് വരെയുള്ള കേടാണെങ്കിൽ റൂട്ട് കനാൽ തെറാപ്പികൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത് എങ്ങനെയാണ്, അതിന്റെ സ്റ്റേജ് എത്രയാണെന്ന് അറിയാൻ നിങ്ങൾ എക്സ്റേ എടുക്കേണ്ടതായിട്ട് വരും. അതിനെ തുടർന്നാണ് അതിന്റെ ട്രീറ്റ്മെന്റ് വരിക. ഇനി ഈ സ്റ്റെയിൻസ് പോലെ, ഫ്ലൂറോസിസിന്റെ സ്റ്റെയിൻ പോലെ ഉള്ളതൊക്കെ ആണെങ്കിൽ ഒരു ഡെന്റൽ ക്ലീനിങ്ങിലൂടെയോ അല്ലെങ്കിൽ ബ്ലീച്ചിങ്ങിലൂടെയോ ഒന്നും അത്ര പ്രോപ്പറായിട്ട് അത് പോകില്ല. സോ കാരണം അത് ഇന്റേണൽ സ്റ്റെയിൻ ആണ്. അപ്പൊ അതിന് നമ്മൾ വെനീറിങ് പോലെയുള്ള ട്രീറ്റ്മെന്റുകളെ പറ്റി ചിന്തിക്കേണ്ടതായിട്ട് വരും. ഇനി പുറത്തടിഞ്ഞിരിക്കുന്ന എക്സ്ട്രിൻസിക് ആയിട്ടുള്ള സ്റ്റെയിൻസ് ആണ്, നമ്മുടെ കുടിക്കുന്ന ചായയിൽ നിന്നും കാപ്പിയിൽ നിന്നും മറ്റുള്ള കറകളാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിക്ക് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്താൽ, ഒരു ഡെന്റൽ സ്കെയിലിംഗ് ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആക്കാൻ പറ്റുന്നതാണ്. സോ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസും വരുന്നത്. സോ മെയിനായിട്ട് നിങ്ങൾ അറിയേണ്ടത് അതിന്റെ കാരണം എന്താണ്, അതിനനുസരിച്ചാണ് അതിന്റെ ട്രീറ്റ്മെന്റ് വരുന്നത്. അപ്പം ബ്ലാക്ക് സ്പോട്ട് മജോറിറ്റി കേസിൽ എന്തായിരിക്കും? കേട് തന്നെ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഒരു ബ്ലാക്ക് സ്പോട്ടിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.